പേരാമ്പ്ര സംഘർഷത്തിൽ ആരോപണ വിധേയനായ ഡിവൈഎസ്പി ഹരിപ്രസാദിനെതിരെ ഭീഷണി പ്രസംഗവുമായി കോഴിക്കോട് DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ. ഹരിപ്രസാദിനെ കോഴിക്കോടേക്ക് സ്ഥലം മാറ്റിയിട്ടുണ്ട്. കാക്കിയിട്ട് ക്രിമിനലാണ് ഹരിപ്രസാദ്. കാക്കിയിട്ട് ജോലിക്കിറങ്ങിയാൽ എന്ത് ചെയ്യുമെന്ന് യൂത്ത് കോൺഗ്രസ് കാണിച്ചു തരാമെന്നും കെ പ്രവീൺകുമാർ ഭീഷണിപ്പെടുത്തി. പേരാമ്പ്ര സംഘർഷവുമായി ബന്ധപ്പെട്ട് ഡിവൈഎസ്പി ഹരിപ്രസാദിന്റെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു DCC അധ്യക്ഷൻ. DVSP എന്ന് വിളിക്കാൻ പറ്റുമോ? ഇവന് ഈസ് ദ ക്രിമിനൽ ഓഫീസർ ഇൻ ദ പോലീസ് ഫോഴ്സ്. ആ ക്രിമിനലിനെയാണ് ഞങ്ങളുടെ സമരം. കോഴിക്കോട്ടേക്ക് വന്നിട്ടുണ്ട്, ട്രാൻസ്ഫർ ആയിട്ട് വരട്ടെ. ഈ യൂത്ത് കോൺഗ്രസ് അവിടെ ഉണ്ടാവും. ഞാൻ അത്രേ പറയുള്ളൂ. കാക്കിയിട്ട് ലാത്തിയുമായി പുറത്തിറങ്ങി നീ നിയമപാലകനായാൽ എന്ത് ചെയ്യുമെന്ന് യൂത്ത് കോൺഗ്രസ് തീരുമാനിക്കുമെന്ന് മാത്രം ഞാൻ പറഞ്ഞു വെക്കുകയാണ്. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, ഇത് കോൺഗ്രസും പോലീസും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതായത് പേരാമ്പ്ര സംഘർഷത്തിന് പിന്നാലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ വീട്ടിലേക്ക്, അതായത് ആരോപണ വിധേയരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ വീട്ടിലേക്ക് കോൺഗ്രസ് മാർച്ച് നടത്തുന്നു. അതിനിടെ ഇന്നലെ അഭിലാഷ് ഡേവിഡ്, CA അഭിലാഷ് ഡേവിഡ് ഷാഫി പറമ്പിൽ MPക്കെതിരെ പോലീസിൽ നിയമ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകുന്നു. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിൻ്റെ പ്രതിഷേധം, പോലീസിനെതിരായ പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കുകയാണോ? അതിൻ്റെ ഭാഗമായിട്ടാണോ പ്രവീൺകുമാറിൻ്റെ DCC അധ്യക്ഷൻ്റെ ഈ ഭീഷണി പ്രസംഗം? ടോമ്, പേരാമ്പ്രയിലെ സംഘർഷങ്ങൾക്ക് പിന്നാലെ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നിശിത വിമർശനവുമായി നേരത്തെ കോൺഗ്രസ് രംഗത്തെത്തിയിരുന്നു. അതിൽ തന്നെ ഷാഫി പറമ്പിൽ MPയെ മർദ്ദിക്കാൻ നേതൃത്വം നൽകിയതെന്ന് കണ്ടെത്തിയ ചില പോലീസുകാരുടെ പട്ടികയടക്കം പുറത്തുവിടുകയും ചെയ്തു. ഇതിൽ പ്രധാനപ്പെട്ട ആളുകളാണ് വടകര DYSP ആയിരുന്ന ഹരിപ്രസാദ്, ഒപ്പം പേരാമ്പ്ര DYSP ആയ സുനിൽ എന്നിവർ. ഇവർക്കെതിരെ നിരന്തരമായി ആക്രമണങ്ങൾ അഴിച്ചുവിടുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ വിഷ്ണു എന്ന TP രാമകൃഷ്ണൻ, ഈ LDF കൺവീനർ, സ്ഥല MLA കൂടി TP രാമകൃഷ്ണന്റെ അയൽവാസിയായൊരു പോലീസുകാരന്റെ പേരും മറ്റുമൊക്കെ വെച്ച് സൈബർ ആക്രമണങ്ങളും നടത്തിയിരുന്നു. ഇതിനുശേഷമാണ് പിന്നീട് അഭിലാഷ് ഡേവിഡ് എന്ന ഉദ്യോഗസ്ഥനാണ്, വടകര കൺട്രോൾ റൂം CI ആയ അഭിലാഷ് ഡേവിഡാണ് ഷാഫി പറമ്പിലിന്റെ തലക്കടിച്ചതെന്ന് ഇവർ വെളിപ്പെടുത്തുകയും അതിന്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളും ഒക്കെ പുറത്തുവിടുകയും ചെയ്തു. ഒപ്പം ഈ ഇത്തരം അതിക്രമങ്ങൾക്ക് മുഴുവൻ നേതൃത്വം നൽകിയത്, അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിക്കാനായി നേതൃത്വം നൽകിയത് ഈ രണ്ട് DYSPമാരുടെ നേതൃത്വത്തിലാണ് എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. യാതൊരു സംഘർഷവും നിലനിൽക്കാത്ത ഒരു സ്ഥലമായിരുന്നു. സമാധാനപൂർവ്വമായി കോൺഗ്രസ് പ്രവർത്തകർ സമരം നടത്തുമ്പോൾ ഒരു മുന്നറിയിപ്പ് പോലുമില്ലാതെ അവിടേക്ക് ടിയർ ഗ്യാസ് പ്രയോഗിക്കുകയും ലാത്തി വീശുകയും ഒക്കെ ചെയ്തത് ഈ രണ്ട് DYSPമാരുടെയും ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ഇവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഈ രണ്ട് DYSPമാരും ഒപ്പം അഭിലാഷ് ഡേവിഡും മറ്റ് 1-2 പോലീസുകാരടക്കമുള്ളവർക്കുമെതിരെ നടപടി ആവശ്യപ്പെട്ട് DGPക്ക് അടക്കം പരാതി നൽകിയിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ, ഒപ്പം കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി. പക്ഷേ അതിന്മേൽ യാതൊരു നടപടികളുണ്ടായും ഇല്ല എന്ന് മാത്രമല്ല, ഈ സ്ഫോടക വസ്തു പോലീസിന് നേരെ ഉപയോഗിച്ചു എന്ന് ആരോപിച്ച് കോൺഗ്രസിൻ്റെ നിരവധി പ്രവർത്തകർക്കെതിരെ കേസെടുക്കുകയും അവർ റിമാൻഡിൽ കഴിയുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് കൂടി പരിഗണിക്കുമ്പോഴാണ് പോലീസിനെതിരെ നിലപാട് കടുപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒരു വശത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുമ്പോൾ മറുവശത്ത് ഷാഫി പറമ്പിലിനെ ആക്രമിച്ചു എന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു കേസും രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടികൾ എടുക്കുന്ന ഒരു നിലപാടും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇനി സർക്കാർ ഓഫീസുകൾക്കപ്പുറം ഈ ഉദ്യോഗസ്ഥരുടെ വീടുകളിലേക്ക് മാർച്ച് നടത്തുന്നതിനായുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്ന് തന്നെ പേരാമ്പ്രയിലുള്ള ഹരിപ്രസാദിൻ്റെ വീട്ടിലേക്കാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയത്. അദ്ദേഹം അന്ന് നടന്ന സംഘർഷത്തിൽ കൈക്ക് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയാണ്. അദ്ദേഹം വീട്ടിലുണ്ടായിരുന്ന സമയത്ത് തന്നെയാണ് അവിടേക്ക് മാർച്ച് നടത്തുകയും ചെയ്തത്. എന്തായാലും പോലീസ് ബാരിക്കേഡുകൾ ഉപയോഗിച്ച് ഈ മാർച്ച് തടഞ്ഞ് പിന്നീട് ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം വീണ്ടും ബാരിക്കേഡുകൾ ഭേദിച്ച് മറുവശത്തേക്ക് കടക്കാൻ ശ്രമിച്ചെങ്കിലും പോലീസ് മുന്നറിയിപ്പ് ബോർഡ് കാണിച്ചു. അതായത് ഈ അന്യായമായ ആൾക്കൂട്ടമാണ്, അത് നിയമവിരുദ്ധമായി സംഘം ചേർന്നിരിക്കുന്നതാണ്, ഉടൻ പിരിഞ്ഞു പോയില്ലെങ്കിൽ ടിയർ ഗ്യാസ് പ്രയോഗിക്കും എന്ന മുന്നറിയിപ്പ് നൽകി. എന്തായാലും ഉടൻ തന്നെ അവിടെ നിന്ന് പ്രവർത്തകർ പിരിഞ്ഞു പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനും കഴിഞ്ഞു. പക്ഷേ യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെയും കോൺഗ്രസ് നേതാക്കളുടെയും ഒക്കെ ഭാഗത്തുനിന്നും രൂക്ഷമായ വിമർശനങ്ങളും ഭീഷണിയുമാണ് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ഉയർന്നത്. പ്രത്യേകിച്ചും ഈ ഹരിപ്രസാദ് വടകര DYSP ആയിരുന്നു. അദ്ദേഹത്തിന് കോഴിക്കോട് മെഡിക്കൽ
കോളേജ് ACP ആയി പുതിയ സ്ഥാനമാറ്റം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം അടുത്ത ദിവസം തന്നെ ചാർജ് എടുക്കാനിരിക്കുകയുമാണ്. ആ ഘട്ടത്തിലാണ് ഈ ലാത്തിയും യൂണിഫോമുമായി പുറത്തേക്ക് ഇറങ്ങിയാൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കാണിച്ചു തരുമെന്ന ഭീഷണി അദ്ദേഹത്തിന് മുഴങ്ങുന്നത്. ഒപ്പം ഒരു DYSP റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ ക്രിമിനലാണ് എന്ന് പലവട്ടം ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നു. ഈ പ്രവീൺ കുമാറിനൊപ്പം മറ്റ് യൂത്ത് കോൺഗ്രസ് നേതാക്കളും സമാനമായ രീതിയിൽ തന്നെ വലിയ പ്രകോപനം ഉള്ള പ്രസംഗമാണ് അവിടെ നടത്തിയത്. ഇപ്പോൾ ഈ ബോംബ് സ്ഫോടനം എന്ന പേരിൽ പ്രവർത്തകർക്കെതിരെ കേസെടുക്കുമ്പോൾ നിങ്ങളൊക്കെ ഇരിക്കുന്ന ഓഫീസിലെത്തി ഇക്കാര്യം ചെയ്യാൻ ഞങ്ങൾക്കറിയാം, കാല് തല്ലിയൊടിക്കാൻ അറിയാം, ചില്ലുകൾ തല്ലിപ്പൊട്ടിക്കാൻ അറിയാം, വീടിൻ്റെ ചില്ലുകൾ പൊട്ടി വീഴും എന്നൊക്കെ അടക്കമുള്ള പലതരത്തിലുള്ള പ്രകോപന മുദ്രാവാക്യങ്ങളും പ്രകോപന പ്രസംഗങ്ങളും ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടാവുകയും ചെയ്തു. എന്തായാലും ഇത്തരം ഒരു സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിലെങ്കിലും ഈ ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം നടത്തുമെന്ന ഒരു പ്രതീക്ഷയാണുള്ളത്. ഇതുണ്ടായില്ലെങ്കിൽ വീണ്ടും ശക്തമായ സമരങ്ങളുമായി വ്യക്തമാണ്. കോഴിക്കോട് MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. അനീഷ് സൂചിപ്പിച്ചതുപോലെ വലിയ പ്രതിഷേധം പോലീസിനെതിരെ സംഘടിപ്പിക്കാനൊരുങ്ങുകയാണ് കോഴിക്കോട്ടെ കോൺഗ്രസ് നേതൃത്വം. അതിനിടെയാണ് DYSP ഹരിപ്രസാദിനെതിരെ ഭീഷണി പ്രസംഗവുമായി DCC അധ്യക്ഷൻ K പ്രവീൺ കുമാർ രംഗത്തെത്തിയത്.